ഏകദേശം 11 മണിയോടുകൂടി വളാഞ്ചേരിയിലുള്ള ഡെന്റൽ ക്ലിനിക്കിൽ നിന്നും സുബൈദ എന്ന സ്ത്രീയുടെ ഫോണിലേക്ക് ഒരു കോൾ എത്തി. സുബൈദയുടെ മകൾ സുബൈറ ഫർഹത്ത് 11 മണിയായിട്ടും ഡെന്റൽ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടില്ല എന്നായിരുന്നു ക്ലിനിക്കിൽ നിന്ന് വിളിച്ച ഡോക്ടർ സുബൈദയെ അറിയിച്ചത്. എന്നാൽ മകൾ ഫർഹത്ത് രാവിലെ 9 മണിയോടുകൂടി തന്നെ വീട്ടിൽ നിന്നും ക്ലിനിക്കിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്ന് സുബൈദ ഡോക്ടറെ അറിയിച്ചു. ഒരുപക്ഷെ മകൾക്ക് ബസ് കിട്ടിക്കാണില്ല എന്ന് കരുതി സുബൈദ മകൾ ഫർഹത്തിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചു നോക്കിയെങ്കിലും ഫർഹത്ത് ഫോൺ എടുത്തില്ല. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫർഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. എത്ര വിളിച്ചിട്ട് മകൾ ഫോൺ എടുക്കാതിരിക്കുകയും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തതിൽ സുബൈദയ്ക്ക് എന്തോ സംശയം തോന്നി. ഭയന്നുപോയ സുബൈദ ഉടൻ തന്നെ ആ വിവരം മകൻ ഷറഫുദ്ദീനെ അറിയിക്കുകയും ഷറഫുദ്ദീന്റെ ഫോണിൽ നിന്ന് പലതവണ ഫർഹത്തിന്റെ ഫോണിലേക്കും ഫർഹത്ത് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ 11:30 മണിയായിട്ടും ഫർഹത്ത് ക്ലിനിക്കിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് ക്ലിനിക്കിൽ നിന്ന് ലഭിച്ചത്. ഫർഹത്തിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടാത്ത സാഹചര്യത്തിൽ സുബൈദയും മകൻ ഷറഫുദ്ദീനും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്തായിരുന്നു ഫർഹത്തിന്റെ പിതാവ് കബീർ അവിടേക്ക് എത്തിയത്. കബീർ പറഞ്ഞതിനെ തുടർന്ന് ഫർഹത്തുമായി ബന്ധമുള്ള സുഹൃത്തുക്കളുടെയൊക്കെ നമ്പറിലേക്ക് സുബൈദ വിളിച്ചു നോക്കിയെങ്കിലും അവരാരും ഫർഹത്തിനെ വിളിച്ചിട്ടില്ല എന്നും കണ്ടിട്ടില്ല എന്നുമുള്ള മറുപടിയായിരുന്നു പറഞ്ഞത്. 21-കാരിയായ ഫർഹത്ത് വിവാഹിതയാണ്. എന്നാൽ വിവാഹബന്ധം ഏർപ്പെടുത്തി ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരികൾ വിളിക്കുന്നതാണ് ഫർഹത്തിന് ഏക ആശ്വാസവും. എന്നാൽ ആ കൂട്ടുകാരികളെ ആരെയും തന്നെ ഫർഹത്ത് വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുബൈദയ്ക്കും മക്കൾക്കും എന്തോ ചില സംശയങ്ങൾ തോന്നി. ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഷറഫുദ്ദീനും കബീറും ഫർഹത്ത് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തി ഒരു തിരച്ചിൽ നടത്തി. ഫർഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ബസ് സ്റ്റോപ്പിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഷറഫുദ്ദീനും കബീറും ബസ് സ്റ്റോപ്പിലെത്തി ഒരു തിരച്ചിൽ നടത്തി. അപ്പോഴേക്കും ഫർഹത്ത് പതിവായി പോകാറുണ്ടായിരുന്ന ബസ് തിരികെയുള്ള സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് തടഞ്ഞു നിർത്തിയ ഷറഫുദ്ദീനും കബീറും രാവിലത്തെയുള്ള ട്രിപ്പിൽ ഫർഹത്ത് ഉണ്ടായിരുന്നോ എന്ന് ബസ്സിലുള്ള കണ്ടക്ടറോട് തിരക്കിയപ്പോഴായിരുന്നു ഞെട്ടിക്കുന്ന ഒരു മറുപടി ലഭിച്ചത്. ഫർഹത്ത് ആ ബസ്സിൽ കയറിയിട്ടില്ല. ഫർഹത്ത് സ്ഥിരമായി കയറാറുള്ള ബസ്സായതുകൊണ്ട് തന്നെ ഫർഹത്തിനെ ആ ബസ്സിലുള്ള എല്ലാവർക്കും നന്നായി അറിയുകയും ചെയ്യാം. ബസ്സിൽ കയറാതെ ഫർഹത്ത് എവിടെ പോയി എന്ന് ഫർഹത്തിനെ തിരഞ്ഞെത്തിയ ആളുകൾക്കൊക്കെ സംശയം തോന്നി. വീട്ടിൽ നിന്നും രാവിലെ 9 മണിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നടന്ന ഫർഹത്ത് മിസ്സായിരിക്കുകയാണ്. ഫർഹത്തിന് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് നാട്ടുകാർക്കും സംശയം തോന്നി. ഈ സമയത്തായിരുന്നു ഷറഫുദ്ദീൻ പിതാവ് കബീറിനോട് ഒരു കാര്യം പറയുന്നത്. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് മുൻപോട്ട് മാറിയുള്ള ഒരു വീട്ടിൽ CCTV ഉണ്ട്. അതൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫർഹത്ത് രാവിലെ എവിടേക്കാണ് പോയതെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുമെന്നായിരുന്നു ഷറഫുദ്ദീൻ പറഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരും കബീറും ഷറഫുദ്ദീനും എല്ലാം ചേർന്ന് ആ വീട്ടിലേക്ക് എത്തുകയും CCTV വിഷ്വൽസ് പരിശോധിക്കുകയും ചെയ്തു. കൃത്യം 9:05 ഫർഹത്ത് ആ റോഡിലൂടെ നടന്നു പോകുന്ന CCTV വിഷ്വൽസിൽ വ്യക്തമായി കാണാൻ കഴിയും. മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ട് ഫർഹത്ത് നടന്നു പോകുന്ന കാഴ്ചയായിരുന്നു CCTV വിഷ്വൽസിലുള്ളത്. ആ സമയത്തായിരുന്നു കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നും 180 മീറ്റർ മാറി മറ്റൊരു വീട്ടിലും CCTV ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. നാട്ടുകാരെല്ലാവരും ഉടൻ തന്നെ ആ വീട്ടിലേക്ക് എത്തുകയും അവിടുത്തെ CCTV പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ആ വീട്ടിലെ CCTV വിഷ്വൽസിൽ ഫർഹത്തിനെ കാണാനില്ല. തൊട്ട് തലേ ദിവസങ്ങളിലൊക്കെ ഫർഹത്ത് അതുവഴി നടന്നു പോകുന്ന വിഷ്വൽസ് ഒക്കെ ആ CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ വിഷ്വൽസിൽ ഫർഹത്തില്ല. ഫർഹത്തിന്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലത്തിലുള്ള വീട്ടിലെ CCTV വിഷ്വൽസിൽ ഫർഹത്ത് നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. എന്നാൽ 150 മീറ്റർ മാറിയുള്ള വീട്ടിലെ CCTVയിൽ ഫർഹത്ത് പതിഞ്ഞിട്ടുമില്ല. അതിനർത്ഥം അതിനിടയിലുള്ള ദൂരത്ത് വെച്ച് ഫർഹത്തിന് എന്തോ സംഭവിച്ചതാകാമെന്ന് നാട്ടുകാർ വിലയിരുത്തി. ആ 180 മീറ്ററിനിടയിലുള്ള സ്ഥലത്ത് ചെറിയ കാട് പോലെയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് എവിടേക്കെങ്കിലും ഫർഹത്ത് മാറിയതാകാമോ എന്ന് ചിലർക്ക് സംശയം തോന്നി. വിവാഹമോചിതയായ ഫർഹത്ത് ഇനി ആർക്കെങ്കിലും ഒപ്പം വീട്ടുകാരറിയാതെ പോയതായിരിക്കുമോ എന്നുള്ള സംശയവും നാട്ടുകാർ പ്രകടിപ്പിച്ചു. ഫർഹത്തിന് ബന്ധമുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് അതിവേഗം തന്നെ തയ്യാറാക്കുകയും അവരെയൊക്കെ വീണ്ടും കബീറും നാട്ടുകാരും ചേർന്ന് വിളിച്ചു നോക്കുകയും ചെയ്തു. നേരത്തെ സുബൈദ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു നോക്കിയതാണ്. ആ സമയത്ത് ഫർഹത്തിന്റെ കൂട്ടുകാരികൾ ഒരു പക്ഷെ കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് ചിന്തിച്ച് കബീറും ഷറഫുദ്ദീനും മറ്റു ചില നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഫർഹത്തിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നേരിട്ടെത്തിയ ഒരു അന്വേഷണവും നടത്തി. എന്നാൽ അവരാരും ഫർഹത്തിനെ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയിൽ തന്നെയാണ് സുഹൃത്തുക്കൾ ഉറച്ചു നിന്നത്. ഈ സമയത്തായിരുന്നു നാട്ടുകാരിൽ ചിലർ ഫർഹത്ത് നടന്നു വരുന്ന വഴിയിലെ കോറിയുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ കോറിയിലേക്കെങ്ങാണം ഫർഹത്ത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെയെങ്ങാണം വീണു കിടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ആ കോറിക്ക് സമീപം എത്തുകയും ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും ഫർഹത്തിനെ അവിടെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടുകാരും നാട്ടുകാരും ചേർന്നുള്ള തിരച്ചിൽ എങ്ങും എത്തില്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാരിൽ ചിലർ ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കാൻ കബീറിനോട് പറഞ്ഞു. കബീറും മകനും ചേർന്ന് ഉടൻ തന്നെ സ്റ്റേഷനിലെത്തുകയും വിവരം അറിയിക്കുകയും ചെയ്തു. അതുവരെ അവർ നടത്തിയ തിരച്ചിലിനെക്കുറിച്ചും അവർ പോലീസിൽ വ്യക്തമായി സൂചിപ്പിച്ചു. മകൾ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലും സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തോടുകൂടി മടങ്ങി വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതുവരെയും പോലീസിൽ വിവരം അറിയിക്കാതിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. കേസ് ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം ഒരു മാൻ മിസ്സിംഗ് കേസായി അത് രജിസ്റ്റർ ചെയ്യുകയും ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആദ്യം തന്നെ ഫർഹത്തിന്റെ മൊബൈൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയത്. ഫർഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി.
രാവിലെ 9:05 ഏത് ടവർ ലൊക്കേഷൻ പരിധിയിലായിരുന്നോ ഫർഹത്ത് ഉണ്ടായിരുന്നത് അതേ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് ഫർഹത്തിന്റെ ഫോൺ ഓഫ് ആയിരിക്കുന്നത്. വീടിന്റെ പരിസരം വിടുന്നതിന് മുൻപ് തന്നെ ഫർഹത്തിന്റെ ഫോൺ ഓഫ് ആക്കിയിരിക്കുകയാണ്. മൊബൈലിൽ നോക്കിക്കൊണ്ട് ഫർഹത്ത് നടന്നു പോകുന്ന CCTV വിഷ്വൽസും പോലീസ് സംഘം പരിശോധിച്ചു. ഒരുപക്ഷെ ആ CCTV വിഷ്വലിൽ കാണുന്നത് ഫർഹത്ത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്ന കാഴ്ചയാണോ എന്ന് പോലും പോലീസിന് സംശയം തോന്നി. അങ്ങനെയെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ഫർഹത്ത് അവിടെ നിന്നും എവിടേക്കാണ് അപ്രത്യക്ഷയായതെന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. പരിചയമുള്ള വ്യക്തിക്കൊപ്പം ഏതെങ്കിലും വാഹനത്തിൽ കയറി ഫർഹത്ത് പോയതാണോ എന്ന് മനസ്സിലാക്കുന്നതിനായി, ഫർഹത്തിന് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി അവളുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ 1 വർഷത്തെ മൊബൈൽ ഡാറ്റ റെക്കോർഡുകളാണ് പോലീസ് സംഘം പരിശോധിച്ചത്. സംശയാസ്പദമായി ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്നറിയുന്നതിനായിരുന്നു പോലീസ് സംഘം കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ചത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. അത്തരത്തിൽ ഒരു വ്യക്തിയുടെ നമ്പർ പോലും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല. അങ്ങനെ ഒരാളുമായും ഫർഹത്തിന് ബന്ധമില്ല എന്നുള്ളത് പോലീസിന് വ്യക്തമായി. പോലീസ് സംഘം അന്വേഷണം കൂടുതൽ വിപുലമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ഫർഹത്തിന്റെ സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു വിശദമായ ലിസ്റ്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി. അവരെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. സമീപത്തുള്ള CCTVകൾ കേന്ദ്രീകരിച്ച് ഒരു സംഘം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ഫർഹത്ത് ബസ് കയറാറുള്ള സ്റ്റോപ്പിലും ഒരു CCTV ക്യാമറയുണ്ട്. ആ ക്യാമറ പരിശോധിച്ചപ്പോൾ തൊട്ട് തലേ ദിവസം വരെ ഫർഹത്ത് ആ ബസ്സിൽ നിന്നും കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. എന്നാൽ സംഭവം നടന്ന ദിവസം മാത്രം അതിരാവിലെയുള്ള ട്രിപ്പിൽ ഫർഹത്ത് കയറിയിട്ടില്ല. ബസ്സിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴും ആ മറുപടി തന്നെയാണ് പോലീസിന് ലഭിച്ചത്. തന്റെ വീടിരിക്കുന്ന സ്ഥലത്തു നിന്നും 50 മീറ്റർ ചുറ്റളവിൽ വരെ ഫർഹത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളത് CCTV വിഷ്വൽസിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ അതിനുശേഷമുള്ള 150 മീറ്റർ ദൂരത്തിനിടയിൽ ഫർഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ആ 150 മീറ്റർ ദൂരത്തിനിടയിലുള്ള എല്ലാ സ്ഥലവും പോലീസ് സംഘം അരിച്ചു പറക്കി തുടങ്ങി. SI നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് സംഭവസ്ഥലത്തേക്ക് എത്തി തിരച്ചിൽ ആരംഭിച്ചു. ഒരു സംഘം പോലീസുകാർ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ മറ്റൊരു സംഘം പോലീസുകാർ നാട്ടുകാരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. പോലീസ് നായ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിട്ടും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഏതെങ്കിലും വ്യക്തികൾ മൊഴി മാറ്റി പറയുന്നുണ്ടോ എന്നറിയുന്നതിനായി ചോദ്യം ചെയ്ത വ്യക്തികളെ തന്നെ പോലീസ് സംഘം വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയത്തായിരുന്നു പോലീസിനെ തേടി ഒരു നിർണായക വിവരം എത്തിയത്. ഫർഹത്തിനെ ബാംഗ്ലൂരിൽ കണ്ടു എന്ന് ഏതോ ചില വ്യക്തികൾ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. പോലീസ് സംഘം ഉടൻ തന്നെ ബാംഗ്ലൂരിലെത്തി ഒരു അന്വേഷണം നടത്തിയെങ്കിലും ആ വിവരം ഫേക്ക് ആണെന്നുള്ള കാര്യം വ്യക്തമായി. ഇതേസമയം തന്നെ തിരൂരിൽ വെച്ച് ഫർഹത്തിനെ കണ്ടു എന്ന് ചില ആളുകൾ പോലീസിൽ അറിയിച്ചു. എന്നാൽ അതും ഫേക്ക് ആണെന്ന് തെളിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. നാട്ടുകാരെ വീണ്ടും വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുന്നതല്ലാതെ അന്വേഷണം മുൻപോട്ട് നീങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും കേസ് അന്വേഷണം ശരിയായ ദിക്കിലല്ല നടക്കുന്നതെന്ന് ഉന്നത തലങ്ങളിൽ പരാതി നൽകുകയും ചെയ്തു. പരാതി നൽകിയതിന് ഫലമുണ്ടായി. DYSPയുടെയും SP-യുടെയും നേതൃത്വത്തിൽ പുതിയ പോലീസ് സംഘം വീണ്ടും അന്വേഷണം ആരംഭിച്ചു. 150 മീറ്ററിനിടയിൽ ആ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. ആ 150 മീറ്ററിനിടയിൽ അവർ തിരയാതെ വിട്ട എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് അറിയുന്നതിനായി പോലീസ് സംഘം ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ കൂടി നടത്തി. ആ സ്ഥലത്തുള്ള കോറിയിൽ ധാരാളം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ആ കോറിയിൽ വീണ് ഫർഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി ക്വാറിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഡ്രോൺ പറത്തി പോലീസ് സംഘം പരിശോധന നടത്തി. വിഷ്വൽസ് ഒക്കെ പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോറിയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധനയാണ് പിന്നീട് നടത്താൻ തീരുമാനിച്ചത്. നാട്ടുകാരുടെ കൂടി സഹായത്തോടുകൂടി പോലീസ് സംഘം കോറിക്കുള്ളിൽ പരിശോധന ആരംഭിച്ചു. മണ്ണ് കോരിയെടുത്തതിന്റെ ഭാഗമായി ഉണ്ടായ കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ആ പ്രദേശത്തുള്ള സകല കുഴികളും കുളങ്ങളും തോടുകളുമെല്ലാം പോലീസ് സംഘം അരിച്ചു പറക്കി പരിശോധന നടത്തി. എത്ര തിരച്ചിൽ നടത്തിയിട്ടും ഫർഹത്തുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ കിട്ടാതെ വന്ന സാഹചര്യത്തിൽ പോലീസ് സംഘം അവരുടെ അന്വേഷണം ഏകദേശം അവസാനിപ്പിക്കാറായ ഘട്ടത്തിലായിരുന്നു ഒരു പോലീസുകാരന്റെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെടുന്നത്. കോറിയുടെ അടുത്തു നിന്നും ഒരൽപ്പം മാറി കുറെ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു അത്. സമീപത്തുള്ള ഒരു ഓടയുടെ മുകളിലേക്ക് അല്പം കൂടുതൽ മണ്ണ് ഇളക്കിയിട്ടിരിക്കുകയാണ്. അത് കണ്ട ഉദ്യോഗസ്ഥൻ JCB ഡ്രൈവറോട് ആ മണ്ണ് കൂടി ഇളക്കി ഒരു പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. ഓടയുടെ മുകളിലേക്ക് നീക്കിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യാൻ പോലീസ് സംഘം നിർദ്ദേശം നൽകിയപ്പോഴായിരുന്നു ആ സ്ഥലത്തിന്റെ ഉടമ അവിടെ എത്തി പ്രശ്നമുണ്ടാക്കിയത്. അത് ഓടയുടെ മുകളിലേക്ക് ഇട്ടിരിക്കുന്ന മണ്ണാണെന്നും അത് ഇളക്കി മാറ്റേണ്ട ആവശ്യമില്ലെന്നും അയാൾ പോലീസിനെ അറിയിച്ചു. എന്നാൽ പോലീസ് സംഘം അയാൾ പറഞ്ഞതിന് വഴങ്ങിയില്ല. ആ മണ്ണുകൂടി നീക്കം ചെയ്യാൻ പോലീസ് സംഘം ഉടൻ തന്നെ JCB ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ആ ഓടയ്ക്ക് മുകളിലേക്ക് ഒത്തിരിയേറെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ മണ്ണ് മാറ്റാൻ JCB ഡ്രൈവർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ SIയെ ഒന്ന് നോക്കി. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. തൊട്ട് തലേ ദിവസം JCB ഡ്രൈവർ SIയെ കണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ ഓടയിലേക്ക് മണ്ണ് നീക്കിയിടുന്നതിനായി അതിന്റെ ഉടമയായ അൻവർ ആ JCB ഡ്രൈവറെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഴ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ അതിനു മുൻപ് ഓടയുടെ ഭാഗത്ത് മണ്ണിട്ട് മൂടണമെന്നും തനിക്ക് അവിടെ കുറച്ച് പണി ചെയ്യാനുണ്ടെന്നുമായിരുന്നു അൻവർ അന്ന് ഡ്രൈവറെ അറിയിച്ചിരുന്നത്. അന്ന് അതിൽ വലിയ അസ്വാഭാവികതയൊന്നും തന്നെ JCB ഡ്രൈവർക്ക് തോന്നിയിരുന്നില്ല. സ്ഥലോടമയായ അൻവറിന്റെ ഓട മണ്ണിട്ട് മൂടിയ പ്രവൃത്തിയിൽ ഇപ്പോൾ ആ ഡ്രൈവർക്ക് സംശയം തോന്നിയിരിക്കുകയാണ്. അത് അയാൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം അയാളുടെ പറമ്പിൽ ഒരു തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. JCB ഡ്രൈവർ അങ്ങനെ മണ്ണ് മാറ്റാൻ തുടങ്ങി.
മണ്ണ് മാറ്റി ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവറുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദമാണ് പോലീസുകാരും നാട്ടുകാരും കേട്ടത്. ഓടിയെത്തിയ നാട്ടുകാർ നടുക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. മണ്ണിളകിയ ഭാഗത്തുകൂടി ഒരു കാൽ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നു. ഓടയിൽ പട്ടിയോ മറ്റോ ചത്തുകിടക്കുന്നതിനാൽ അതിരൂക്ഷമായ ഗന്ധം വമിക്കുന്നു എന്നും അതുകൊണ്ട് ഓടയിലേക്ക് മണ്ണിടണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു JCB ഡ്രൈവറെ കൊണ്ട് അൻവർ അവിടെ മണ്ണിടിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അവിടെ നിന്നും ഒരു മനുഷ്യന്റെ കാല് പൊങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. പട്ടിയോ പൂച്ചയോ ചത്തുകിടക്കുന്നത് കൊണ്ട് അവിടെ മണ്ണിടണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മനുഷ്യന്റെ കാലാണല്ലോ കാണാൻ കഴിയുന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ തന്നെ അൻവറിന്റെ മുഖം വിളറി വെളുത്തു. സുബൈറ ഫർഹത്തിനെ കാണാതായതിനു ശേഷം പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ തന്നെ കാരണമായത് അൻവറാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ഒരു ഞെട്ടലോടുകൂടിയാണ് അൻവറിനെ നോക്കിക്കണ്ടത്. അൻവറുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘത്തിന് നേരത്തെ തന്നെ ഒരു സംശയം തോന്നിയതാണ്. അൻവർ തനിക്ക് സംശയമുള്ള ആളുകളെയൊക്കെ പോലീസിന് കാട്ടിക്കൊടുക്കും, അവരെയൊക്കെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെടും. അങ്ങനെ ഒരുപാട് ആളുകളെ അൻവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലൊക്കെ അന്ന് തന്നെ പോലീസ് സംഘത്തിന് ചില സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നു. അന്ന് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ പിന്നീടുള്ള തിരച്ചിൽ തൊട്ടടുത്ത ദിവസമാണ് നടത്തിയത്. ഓടയിൽ കാണുന്നത് ഫർഹത്തിന്റെ കാലുകൾ തന്നെയാണോ എന്നറിയുന്നതിനായി നാട്ടുകാരെല്ലാം ഒരു ദിവസം കാത്തിരിക്കേണ്ടി വന്നു. തൊട്ടടുത്ത ദിവസം തഹസീൽദാർമാരുടെ ഒരു നേതൃത്വത്തിലാണ് പിന്നീടുള്ള കുഴിക്കൽ നടപടികൾ ആരംഭിച്ചത്. തൊട്ടടുത്ത ദിവസം DYSP ഉൾപ്പെടുന്ന വലിയൊരു സംഘം തന്നെയാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ JCB മണ്ണൊക്കെ മാറ്റി ആ മണ്ണിൽ നിന്നും ഒരു ഡെഡ് ബോഡി പുറത്തെടുത്തു. അതൊരു സ്ത്രീയുടെ ശരീരമാണ്. ബോഡി നന്നായി അഴുകിയതുകൊണ്ട് തന്നെ ആരാണെന്ന് കണ്ടെത്താൻ തീരെ പ്രയാസമാണ്. ഫോറൻസിക് സംഘം ഉടൻ തന്നെ പരിശോധന ആരംഭിച്ചു. വസ്ത്രങ്ങളൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടേയുള്ളൂ, അത് ഫർഹത്ത് തന്നെയാണെന്ന് ചില നാട്ടുകാരൊക്കെ അടക്കം പറഞ്ഞു. മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള കടാവർ നായ്ക്കളെ കൂടി പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു. പോലീസ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഫർഹത്തിൻ്റെതായ എന്തെങ്കിലും സാധനങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ചില ആളുകൾ ഫർഹത്തിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫർഹത്തിൻ്റെതായുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് ഫർഹത്തിന്റെ ഉമ്മയെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ആ ഉമ്മ ഒരു കവർ നാട്ടുകാർക്ക് നൽകി. ആ കവർ നാട്ടുകാർ ചേർന്ന് പോലീസിന്റെ അടുത്തെത്തിച്ചു. പോലീസുകാർ ആ കവർ തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് ഫർഹത്തിന്റെ ഡ്രസ്സും പല്ല് തേക്കുന്നതിനുള്ള ബ്രഷും പേസ്റ്റും ചീപ്പും പൗഡറും ഒക്കെയായിരുന്നു. ഫർഹത്തിൻ്റെതായ സാധനങ്ങൾ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ ഫർഹത്ത് ജീവനോടെ ഉണ്ടാകുമെന്ന് കരുതിയാണ് ഉമ്മ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആ നാട്ടുകാരുടെ കയ്യിൽ കൊടുത്തുവിട്ടത്. ഫർഹത്തിനായി ഉമ്മ കൊടുത്തുവിട്ട സാധനങ്ങൾ കണ്ട നാട്ടുകാർക്കൊപ്പം പോലീസുകാരും വികാരഭരിതരായി. ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വൈകാതെ തന്നെ പോലീസ് സംഘം സ്ഥലോടമ അൻവറെ അറസ്റ്റ് ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇനിയാണ് അൻവർ പറയേണ്ടത്. തനിക്കൊന്നും അറിയില്ല എന്ന് അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അൻവർ പല കഥകളും പറഞ്ഞു തുടങ്ങി. അൻവറിന് കുറച്ച് കടങ്ങളുണ്ട്, അതെങ്ങനെ വീട്ടാമെന്ന് കരുതി അൻവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫർഹത്ത് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന കാഴ്ച അൻവർ സ്ഥിരമായി കാണാൻ തുടങ്ങിയത്. വിവാഹിതയായതുകൊണ്ട് തന്നെ ഫർഹത്തിന്റെ കൈവശം ധാരാളം ആഭരണങ്ങളുണ്ട്. എല്ലാ ദിവസവും പലതരത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചാണ് ഫർഹത്ത് ക്ലിനിക്കിലേക്ക് പോകാറുള്ളത്. മാലയ്ക്ക് പുറമെ കൈകളിൽ വളകളും ധാരാളം ധരിക്കാറുണ്ട്. വിവാഹമോചിത ആയതുകൊണ്ട് തന്നെ വിവാഹത്തിനുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഫർഹത്തിന് തിരികെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഫർഹത്ത് ജോലിക്ക് പോകാറുള്ളത്. ഫർഹത്തിന്റെ വീടുമായി വളരെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് അൻവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫർഹത്തിന്റെ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ ഫർഹത്തിനെ അയാൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോഴും ധാരാളം ആഭരണങ്ങൾ ധരിച്ചാണ് ഫർഹത്ത് നിൽക്കാറുള്ളത്. ഫർഹത്തിന്റെ കൈവശമുള്ള ആഭരണങ്ങളൊക്കെ തനിക്ക് ലഭിക്കുകയാണെങ്കിൽ തന്റെ കടങ്ങൾ അതിവേഗം വീട്ടാനാകുമെന്ന് അൻവർ ഉറച്ചു. അങ്ങനെയാണ് ഏത് വിധേനയും ഫർഹത്തിനെ പിടികൂടാൻ അൻവർ തീരുമാനിച്ചത്. അൻവറിന്റെ വീടിരിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചു ദൂരം മുൻപോട്ട് പോകുമ്പോഴാണ് ഫർഹത്തിന്റെ വീടുള്ളത്. അയാൾ സംഭവം നടത്താൻ തീരുമാനിച്ച ദിവസം അതിരാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ഫർഹത്തിന്റെ വീടിന്റെ മുൻപിലൂടെ തന്നെയാണ് അൻവർ നടന്നത്. അങ്ങനെ നടന്ന് ആദ്യത്തെ ക്യാമറയുണ്ടായിരുന്ന വീടും കടന്ന് സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് കയറി അൻവർ ഒളിച്ചിരുന്നു. അന്ന് CCTV ക്യാമറകൾ പരിശോധിച്ച വ്യക്തികൾ കുറച്ച് പുറകിലേക്കുള്ള വിഷ്വൽസ് ഒന്നും നോക്കിയിരുന്നില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ അൻവർ അതുവഴി നടന്നു പോകുന്ന കാഴ്ച അന്ന് തന്നെ നാട്ടുകാർക്ക് കാണാൻ കഴിയുമായിരുന്നു. അൻവർ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അരമണിക്കൂർ പിന്നിട്ട് ഏകദേശം 9 മണി കഴിഞ്ഞതോടുകൂടി ഫർഹത്തും ആ റോഡിലേക്ക് എത്തി. പ്രദേശത്തെങ്ങും ആരുമില്ലാത്ത ഇടവഴിയായതുകൊണ്ട് തന്നെ അതിവേഗം ഫർഹത്തിന്റെ പിന്നിലൂടെ ചെന്ന് ഫർഹത്തിന്റെ വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. ഫർഹത്ത് കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും അൻവറിന്റെ ബലിഷ്ഠമായ കൈകൾക്ക് മുൻപിൽ ഫർഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഫർഹത്ത് നിശ്ചലയായി. തറയിലേക്ക് വീണ് കിടക്കുന്ന ഫർഹത്തിന്റെ ബോഡി പരിശോധിച്ചപ്പോൾ തന്നെ ഫർഹത്ത് മരണപ്പെട്ടു എന്നുള്ള കാര്യം അൻവറിന് ബോധ്യപ്പെട്ടു. ഫർഹത്തിന്റെ വായും മൂക്കും ചേർത്ത് പൊത്തിപ്പിടിച്ച് അവളെ ബോധം കെടുത്തിയ ശേഷം അവളുടെ ആഭരണങ്ങളുമായി കടക്കാനായിരുന്നു യഥാർത്ഥത്തിൽ അൻവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഫർഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുകയാണ്. ഫർഹത്തിന്റെ മൃതദേഹം ആ വഴിയിൽ ഉപേക്ഷിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ അൻവർ
ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഫർഹത്തിന്റെ മൃതദേഹം ആ സ്ഥലത്തു നിന്നും എടുത്തുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് പോയി. ഫർഹത്തിന്റെ മൃതദേഹം കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടിട്ട ശേഷം അൻവർ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്തു. ആ സമയത്താണ് അൻവറിന് മറ്റൊരു കാര്യം ബോധ്യമായത്. അന്ന് ഏറ്റവും കുറച്ച് ആഭരണങ്ങൾ മാത്രമാണ് ഫർഹത്ത് ധരിച്ചിട്ടുള്ളത്. 3-4 പവൻ മാത്രം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഫർഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയ അൻവർ ആകെ തകർന്നു. തനിക്ക് അബദ്ധം പറ്റിയെന്ന് അൻവറിന് ബോധ്യപ്പെട്ടു. എന്നിരുന്നാലും കയ്യിൽ കിട്ടിയ ആഭരണങ്ങളൊക്കെ കൈക്കലാക്കിയ ശേഷം അൻവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു. അതിനുശേഷമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും സുബൈദയുടെ ഫോണിലേക്ക് ഫർഹത്ത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ വന്നതും പിന്നീട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേർന്ന് ഫർഹത്തിനെ തിരക്കിയിറങ്ങിയതും. ഫർഹത്തിന്റെ പിതാവും സഹോദരനും നാട്ടുകാരും ചേർന്ന് ബസ് സ്റ്റോപ്പിലെത്തി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അൻവറും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലിറങ്ങി അവർ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അൻവർ പതുക്കെ പിന്നിലേക്ക് വലിഞ്ഞു. അൻവർ നേരെ പോയത് തന്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് ഒരു ചാക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലെത്തിയതിനു ശേഷം ഫർഹത്തിന്റെ മൃതദേഹം ആ ചാക്കിനുള്ളിലേക്ക് തള്ളിക്കയറ്റി ആ കുറ്റിക്കാട്ടിലൂടെ തന്നെ ആ മൃതദേഹം വലിച്ചിഴച്ച് കോറിയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ആ ഓടയിലേക്ക് മൃതദേഹം തള്ളിയ ശേഷം ആ ഓടയിലേക്ക് അൻവർ തന്നെ കുറച്ച് മണ്ണ് വെട്ടിയിട്ടു. ആവശ്യത്തിന് മണ്ണിട്ട് ഓട മൂടിയ ശേഷം ആ മൺവെട്ടി അയാൾ വീട്ടിൽ കൊണ്ടുവച്ചു. ഈ സമയത്ത് ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന നാട്ടുകാരും ഫർഹത്തിന്റെ വീട്ടുകാരും ചേർന്ന് ഫർഹത്ത് രാവിലെ പോകാറുണ്ടായിരുന്ന ബസ് തടഞ്ഞു നിർത്തി ബസ്സിലുള്ള ആളുകളോട് ഫർഹത്തിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആ സംഘം തിരികെ എത്തിയപ്പോൾ അവർക്കൊപ്പം അൻവറും ചേർന്നു. പിന്നീടുള്ള അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അൻവറും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു അൻവർ തന്റെ പറമ്പിലേക്ക് കുറച്ച് മണ്ണ് വെട്ടിയിടുന്നതിനായി JCB ഡ്രൈവറെ വിളിച്ചു വരുത്തിയത്. JCB ഡ്രൈവർ പറമ്പിലൊക്കെ മണ്ണ് വെട്ടിയിടുന്നതിനിടയിലായിരുന്നു ഓടയിൽ എന്തോ ചത്തുകിടപ്പുണ്ടെന്നും ഓടയിലേക്ക് കൂടി കുറച്ച് മണ്ണ് വെട്ടിയിടാനെന്നും അൻവർ നിർദ്ദേശം നൽകിയത്. ഇതിനു ശേഷമൊക്കെയായിരുന്നു പോലീസ് സംഘം അൻവറിനെ ചോദ്യം ചെയ്തത്. എല്ലാ ഘട്ടത്തിലും അൻവർ ഒരേ മൊഴി തന്നെയാണ് പോലീസിൽ നൽകിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു അന്വേഷണ സംഘവുമായി അൻവർ വളരെയധികം അടുപ്പത്തിലായത്. അൻവർ അങ്ങനെയാണ് ഓരോ ആളുകളെ ചോദ്യം ചെയ്യുന്നതിനായി റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആവശ്യമില്ലാതെ പല ആളുകളെയും അൻവർ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസിലേക്ക് നിർദ്ദേശിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പോലീസ് സംഘത്തിന് അൻവറിലേക്കുള്ള സംശയവും ഉറച്ചത്. പിന്നീട് JCB ഡ്രൈവറുടെ സംശയം കൂടിയായപ്പോൾ അൻവറിന്റെ പറമ്പ് വിശദമായി പരിശോധിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരെയും അൻവറിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി കോറി പരിശോധിക്കാനായിരുന്നു പോലീസ് സംഘം എത്തിയത്. കോറി പരിശോധന ചെറിയ രീതിയിൽ നടത്തിയതിനു ശേഷം അൻവറിന്റെ പറമ്പിലേക്കിറങ്ങി ഓടയും കൂടി പോലീസ് സംഘം പരിശോധിക്കുകയായിരുന്നു. പോലീസ് സംഘം കോറി പരിശോധന നടത്തിയപ്പോൾ സജീവമായി തന്നെ അൻവർ മുൻപിൽ തന്നെ നിന്നു. എന്നാൽ തന്റെ പറമ്പിലേക്ക് പോലീസ് സംഘത്തിന്റെ അന്വേഷണം എത്തുന്നു എന്ന് കണ്ട നിമിഷത്തിലായിരുന്നു അൻവർ പതറി തുടങ്ങിയത്. അത് വേണ്ട സാറേ, തന്റെ പറമ്പ് പരിശോധിക്കേണ്ട എന്ന് അൻവർ പലതവണ പോലീസുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസ് സംഘം അൻവറിന്റെ പറമ്പ് പരിശോധിച്ചത്. അങ്ങനെ അൻവറിനെ പ്രതിയാക്കി പോലീസ് സംഘം കേസ് ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫർഹത്തിന്റെ കഴുത്ത് ഞെരിച്ചതിനെ തുടർന്നാണ് അവർ മരണപ്പെട്ടതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അൻവറിന്റെ മൊഴി അനുസരിച്ച് അൻവർ ശ്വാസം മുട്ടിച്ചാണ് ഫർഹത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടി റേപ്പിനിരയായിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഉയരുകയാണ്. എന്നാൽ അൻവർ തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് പോലീസിനെ കൺഫ്യൂഷനിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിന്റെ വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരുപാട് ദുരൂഹതകൾ ഫർഹത്തിന്റെ മരണത്തിന് പിന്നിലുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അൻവറിന് പുറമെ മറ്റേതെങ്കിലും പ്രതികൾ കൂടി ഫർഹത്തിന്റെ മരണത്തിന് പിന്നിലുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കേസന്വേഷണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ അറിയാം.